എക്സ്പോർട്ടിംഗിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കമ്പനി രജിസ്ട്രേഷൻ ആണ്. 20 to 22 വർക്കിംഗ് ഡേയ്സ് ആണ് ഇതിന് വേണ്ടത്. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മളെ കമ്പനിക്ക് വേണ്ട പാൻ കാർഡും ക്യാൻ കാർഡും. സോ അത് വെച്ചിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇതാണ് സ്റ്റെപ്പ് 2. ഞങ്ങൾ പോയ ബാങ്കുകളൊക്കെ 15 വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഐ കോഡ് കിട്ടാൻ 2-3 വർക്കിംഗ് ഡേയ്സ് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ FSSAI സെൻട്രൽ ലൈസൻസിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് അബീഡ ലൈസൻസ് എടുക്കലാണ്. ഇത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് ആണ്. ഓൺലൈൻ ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5000+ GST ആണ് ഇതിന്റെ ഓൺലൈൻ ചാർജ്. ഇതൊക്കെ ആയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് 6 ആയിട്ടുള്ള പാക്കിംഗിലേക്ക് പ്രിന്റിംഗിലേക്ക് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. പാക്ക് പ്രിന്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. പാക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഷിപ്പിംഗ് ഏജൻസിനെ കണ്ടുപിടിക്കാന്നുള്ളത്. ഇതിൽ സ്റ്റെപ്പ് 1 ആണ് ഇപ്പോൾ ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റെപ്പുകളും അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന UB സൊല്യൂഷൻ എന്ന് പറയുന്ന ഏജൻസിയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. ബാക്കി നാളെ